സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പം കാണുന്ന കാഴ്ച കണ്ട അവിടുന്ന്, അതായത് ദിലീപ് മീര ജാസ്മിൻ സംസാരിക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുറകിൽ കുറെ എണ്ണം പൊട്ടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നതൊക്കെ ആയിരുന്നു സലീംകുമാറിന്റെ മരണം അറിഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് വന്നവരാണ്. അപ്പൊ ഇവറ്റകളെയാണോ ആദ്യം ഓടിക്കേണ്ടത്, മാധ്യമപ്രവർത്തകരെയാണോ? അത് നിങ്ങൾ തീരുമാനിക്കണം. അതായത് ചിരിക്കുന്ന എന്താ പൊട്ടിച്ചിരി, ആഹാ ഭയങ്കര കോമഡി സിനിമ. സലീംകുമാറിന്റെ സിനിമ അവിടെ വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്തിരുന്നിട്ട് ഇത് കാണുന്നത് പോലെയാണ് യുവമാരുടെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അമ്മാതിരി തൊട്ടിത്തരല്ലേ കാണിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ അവർ വന്നു, അതുപോലെ സിനിമാ താരങ്ങൾ വന്നു. ഇവരൊക്കെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടാവുമല്ലോ, ഇവരുടെ എല്ലാ ഫോട്ടോ എടുക്കും. ചേച്ചി കണ്ടോ, ചേച്ചി കൊടുത്ത സാരി കണ്ടോ, ചേച്ചി കൊടുത്ത ഡ്രസ്സ് കണ്ടോ, ചേച്ചി ഒറ്റയ്ക്കാണോ സാരി എടുക്കുന്നത്, ചേച്ചി ഒറ്റയ്ക്കാണോ അവിടെ മുടി കെട്ടുന്നത്, ചേച്ചി ഒറ്റയ്ക്കാണോ ചെരുപ്പ് തേക്കുന്നത്, ചേച്ചി ഒറ്റയ്ക്കാണോ, ചേച്ചിയുടെ വണ്ടി കൊള്ളാലോ ചേച്ചി, ചേച്ചിയുടെ ബാക്കിൽ നോക്കണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് യുവന്മാരുടെ ആഭാസത്തരങ്ങൾ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൊട്ടിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് മുഖ്യമന്ത്രി വരുമ്പോൾ പോലും ഷാൾ അണിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മത്സരമാടേ. എന്തോന്ന് ദുരന്തമാടേ. ഇവന്മാരോട് എങ്ങനെയാടേ പറഞ്ഞ് മനസ്സിലാക്കുക? അതായത് ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയൊന്നും പെരുമാറില്ലടാ, ഇത് ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അതായത് അവിടെ വന്നിരിക്കുന്ന ഒരു സിനിമാ താരം ഉണ്ടല്ലോ, ഇതിനിടയ്ക്ക് വലിയ ഇതൊക്കെ ആക്കിയ റിനി, അതായത് അവരൊക്കെ വരുന്ന രംഗം കണ്ട നീ ചിരിച്ച് എന്തൊരു സന്തോഷം. ചിരിച്ച് മരണ വീട്ടിലേക്ക് വരുന്നതാണ്. ഞാൻ കരയണമെന്ന് പറയുന്നില്ല, പക്ഷേ ആ മക്കളുടെയും ആ ഭാര്യയുടെയും മുന്നിൽ പോയിട്ട് ഇമാതിരി ഇളിക്കൽ ഇത് ചെയ്യാണ്ടെന്നൂടെ? അതായത് ഇങ്ങനെ ഇളിക്കാതിരുന്നൂടെ? അതൊരു വലിയ ചോദ്യം തന്നെയല്ലേ. അതായത് എന്തിനാണ് ഇങ്ങനെ ഇളിക്കുന്നത്? ആ ഒരു പിള്ളേരുടെ അച്ഛൻ മരിച്ചപ്പോഴും ഇങ്ങനെ ഇളിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് എനിക്കിതിലൊന്നും താല്പര്യമില്ലടോ, അല്ലെങ്കിൽ ഞാൻ പോകുന്നടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുന്നേറ്റ് പോയിക്കൂടെ? അതൊന്നും ചെയ്യാതെ അവരുടെ മുന്നിലെത്തിയിട്ട് ഇളിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ചെയ്യുന്നത് എന്തിനാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പല സിനിമാ താരങ്ങളെ കണ്ടു. ഇവരൊക്കെ എന്തോ ഒരു വലിയ സിനിമ സെറ്റിലേക്ക് പോകുന്ന പോലെയാണ്. അമ്പലത്തിലേക്ക് പോകുന്ന പോലെ പോകുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കല്യാണ വീട്ടിലേക്ക് വരുന്ന പോലെ ആൾക്കാരുണ്ട്. ഭയങ്കരമായി ഡിസൈനൊക്കെ ധരിപ്പിച്ച്, അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടം തന്നെ. അവരൊക്കെ വരുമ്പോഴുള്ള സ്വീകരണവും അതുപോലെ തന്നെ ചിരിയും കളിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ അതിശയപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങളെ മാത്രമല്ല വിലക്കേണ്ടത്, ഇതുപോലെ അവിടെ വെച്ച് സന്തോഷിക്കുന്ന, അവിടെ വെച്ച് പൊട്ടിച്ചിരിക്കുന്ന, സംസാരിക്കുന്നവന്മാരുണ്ട്. അതായത് ഫോണിലൊക്കെ ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണ വീട്ടിൽ വന്നിട്ട് ഫോണിലൊക്കെ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാല് എന്റെ പൊന്നു മക്കളെ, അവിടുന്ന് കേറിയിട്ട് ഒരെണ്ണം പടപടാ കൊടുക്കാൻ തോന്നുവാടുന്ന്. അമ്മാതിരി തൊട്ടിത്തരം കളിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അതായത് അവിടുന്ന് ഫോണിൽ ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുന്ന ആൾക്കാർ. ഇവനൊക്കെ ആരുടെ വായിൽ ഇതിടാനാ വന്നിരിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴിത് സലീംകുമാറിന്റെ മാത്രം ഒരു പ്രശ്നമല്ല. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റികളായാലും മറ്റു പലരായാലും മരിക്കുമ്പോഴേ ചില ആൾക്കാർ വന്ന് കാണിക്കുന്ന ഓരോരോ പട്ടി ഷോയുണ്ട്. നിങ്ങൾ ഇപ്പോഴേ ആദ്യം കണ്ട ആ ഒരു ഇത് കണ്ടില്ലേ? അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിരിക്കാനായിട്ട് വന്നവരാണ്. അതായത് മരിച്ചു കിടക്കുമ്പോഴും അവർക്ക് ചിരിക്കണം. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു വിവരമില്ല, ഏതെങ്കിലും ഒരുത്തിന് പറഞ്ഞൂടെ, എടാ ഇവിടെ കിടന്ന് ചിരിക്കണ്ട, നമുക്ക് പുറത്തു പോയിട്ട് ചിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ അച്ചപ്പ തന്തിയും ഇതുപോലെ മരിച്ചു കിടക്കുമ്പോഴേ ഇതുപോലെ ചിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കീടങ്ങളും കുറെ ടീമുകളും ഉണ്ട്. ഇവറ്റകളോട് കൂടി പറയണം കടക്ക് പുറത്ത് നിന്ന്. അതാണ് വേണ്ടത്. അതായത് പ്രഹസനം കാണിക്കാൻ വരുന്ന ഒരുപാട് മലയാളത്തിലെ നടന്മാർ വരെയുണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. പ്രഹസനം തന്നെയാണ്, കണ്ടാ മിണ്ടാത്ത പാര വെച്ച് നടക്കുന്ന പ്രഹസനങ്ങൾ കാണിക്കുന്ന കുറെ നടന്മാർ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് മോങ്ങും. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതും ഇന്നലെ ഒരുത്തനെങ്കിലും ഓനൊക്കെ എന്ത് കരച്ചിലോ കരുതുന്നു. ഒരു ഒലയ്ക്ക് അവനുള്ളത്, ഓനൊരു തേങ്ങാക്കൊല സങ്കടവും ഇല്ല. അവനൊക്കെ വന്നിട്ട് ഡ്രാമ കളിക്കുന്നതാണ്, അവനൊക്കെ അഭിനയിക്കുന്നതാണ്, നല്ല രീതിയിൽ അഭിനയിക്കുന്നവരൊക്കെ. അതായത് ഇവന്റെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും കാണുന്നില്ല എന്നാണ്. ഇവനൊക്കെ ചിലപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളോട് പറയും ഞാൻ അവിടെ കിടന്നിട്ട് ഈ ഷോ കാണിക്കുമ്പോ താനൊക്കെ ഒന്ന് വന്ന് ഷൂട്ട് ചെയ്തേക്കണേ, ഇതെടുത്തിട്ടൊന്ന് പുറത്ത് വിട്ടേക്കണേ. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എയറിൽ പോയിരിക്കുവാണ്. ആരാ അറിയാം, നമ്മളെ ടിനി ടോം അവിടെ കിടന്നിട്ട് ചെറിയൊരു ഷോ കാണിച്ചു തന്നെ, അത് ചെറുങ്ങനെ പാളിപ്പോയി. അതായത് ടിനി ടോം കരഞ്ഞത് ഒറിജിനലാണെന്നാണ് ടിനി ടോം വിചാരിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവിടെ പുറത്തുള്ള ഒരു ഓൺലൈൻ ചാനൽ അയാൾ പറഞ്ഞു സ്റ്റാർട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും പറയുകയാണ് ബേഗ് എടുത്തോന്ന്.
അതായത് ടിനി ടോം കരയുന്നത് ഒരുത്തം മൊബൈലിൽ പിടിക്കുമ്പോൾ കൃത്യമായിട്ട് ക്ലിയർ അല്ലേടെ എന്ന് ചോദിക്കുക. അങ്ങനെയുള്ള പ്രകസനങ്ങളും കാര്യങ്ങളും നമ്മളവിടെ കണ്ടു. അതായത് രാഷ്ട്രീയക്കാരുടെ കണ്ടു, നാട്ടുകാരുടേത് കണ്ടു, പിന്നെന്ന് പറഞ്ഞ സിനിമാ താരങ്ങളുടേത് കണ്ടു, അവരുടെ ഡ്രസ്സിങ് കണ്ടു, അവരുടെ സന്തോഷങ്ങൾ കണ്ടു, ഇതൊക്കെ കണ്ടു. അവിടെ ആകെ സങ്കടമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 4 പേർക്ക് മാത്രമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലീം കുമാറിൻ്റെ ഭാര്യ, 2 മക്കൾ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ ഭാര്യ ആണോന്നറിയില്ല, ഒരു യുവതിയെയും കൂടി അവിടെ കണ്ടു. അവരുടെ മുഖത്ത് മാത്രമാണ് ആകെ ഒരു സങ്കടം എന്ന് പറയുന്നതുള്ളത്. ബാക്കിയൊക്കെ എന്ന് പറയുന്നത് അഭിനയം തന്നെയാണ്. അഭിനയം, അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇവരൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയിം, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, ഇതിൽ കിട്ടുന്ന മാധ്യമ ശ്രദ്ധകൾ. ഇന്നലെ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ഉണ്ടെന്നറിയാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് നല്ല മൈലേജ് കിട്ടുമെന്നറിയാം. ഒരുപാട് പേര് ഇത് കാണും. ഒരു ദിവസം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സലീമേട്ടൻ മരിച്ചപ്പോൾ കണ്ടില്ലേ, ഓൻ്റെ ദുഃഖം കണ്ടില്ലേ, എന്തൊരു ദുഃഖമാണോ എന്നൊക്കെ പറയും. അതുപോലെ അങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞ ആൾക്കാർ ദുഃഖമായി ഇങ്ങനെ എന്താ പറയേണ്ടത്, ഓൻ്റെ ദുഃഖം കണ്ടില്ലേ എന്ന് പറയും. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെയൊക്കെ പ്രഹസനങ്ങൾ എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവരൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എന്താ പറയുക ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലൊന്നും അല്ല ഇവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്നു മക്കളെ, ഇനിയും തന്നെ ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ പാടില്ല. അതുകൊണ്ട് കടക്ക് പുറത്ത് എന്ന് പറയേണ്ടത് മാധ്യമങ്ങളോടോ ഓൺലൈൻ ചാനലുകളോടോ മാത്രമല്ല, ഇതുപോലെയുള്ള വേട്ടാവളിയന്മാരോടും കൂടി കടക്ക് പുറത്ത് എന്ന് പറയണം. ഇതുപോലെ കോപ്രായങ്ങൾ കാണിക്കുന്ന, അവിടെ എത്തിയിട്ട് റിയൽ എസ്റ്റേറ്റിൻ്റെയും അവരുടെ ബിസിനസ്സിൻ്റെയും കാര്യം പറയുന്ന, മരണ വീട്ടിൽ വന്ന് പൊട്ടിച്ചിരിക്കുന്ന കുറേ കോപ്രായത്തും കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെയൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ ഒരു പുല്ലനുമില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. അതായത് ഇവരൊക്കെ ബിസിനസ് നടത്തുന്നത്. ഇതിനിടയ്ക്ക് ഞാനൊരു മരണ വീട്ടിൽ പോയപ്പോഴേ അയാൾ പറയുകയാണ് 4.5 കിട്ടാണ്ട് ഞാൻ കൊടുക്കത്തേയില്ല എന്ന്. മനസ്സിലാക്കണം നിങ്ങൾ, അത്രത്തോളം തരം താഴ്ന്നു പോയോ. അവന് പറഞ്ഞൂടെ, എടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാനിപ്പോഴും ബിസിയാണ്, ഞാനിപ്പോഴും ഒരു മരണ വീട്ടിലാണ്. അവന് പറഞ്ഞൂടെ, അത് പറയാൻ അവനെ കൊണ്ട് കഴിയില്ല. അവനൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം. ഈ മാപ്രകളെ മാത്രമല്ല, ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരോടും കൂടി ഗോ ബാക്ക് എന്ന് പറയാൻ വേണ്ടി പഠിക്കുക തന്നെയാണ് വേണ്ടത്. പിന്നെ രാഷ്ട്രീയക്കാരോട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറയാനുള്ള എൻ്റെ പൊന്നു മക്കളെ, അതായത് മുഖ്യമന്ത്രി വരുമ്പോഴും നിങ്ങൾ ഷാളൊക്കെ അണിയിച്ചോ, പക്ഷേ ഏതാണ്ട് സമയം നിങ്ങളൊന്ന് നോക്കണമായിരുന്നു. പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മര്യാദ കൃത്യമായിട്ട് പാലിക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇനിയിപ്പോഴും ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ പൊട്ടിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദത്തിൽ വെക്കാനോ പിന്നെ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊന്നും പറയാനോ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആ വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമത്തിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ആസ്വദിച്ച് അതായത് നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് ഇന്നലെ സലീമേട്ടൻ്റെ ആ ഒരു ചടങ്ങിന് വന്നവരൊക്കെ അവരെയൊക്കെ എന്തൊരു ഭയങ്കരമായിട്ട് അതൊരു ദുഃഖം തോന്നിയായിരുന്നു ആ ഒരു പയ്യൻ്റെ അവസ്ഥ കാണുമ്പോഴേ. കാരണം അവൻ്റെ മനസ്സിലൂടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനെ പറ്റിയിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളും ഇതൊക്കെ പോകുമ്പോൾ അവിടെ ഓരോരുത്തന്മാർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടപ്പോഴേ അതൊരു വലിയ ദുഃഖം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ കുറച്ചുകൂടി നമ്മൾ എന്താ പറയേണ്ടത്, ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.